ശ്രീ എ റഹീം, ഇനി അറിയാൻ ഉള്ളത് അവിടെ ചെന്നപ്പോൾ താങ്കൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. ഇപ്പോൾ നമ്മൾ ബജരംഗദൾ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി നടത്തിയ ഇടപെടലൊക്കെ ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരുന്നപ്പോൾ ദുർഗ് കോടതിക്ക് മുന്നിൽ ബജരംഗദൾ പ്രവർത്തകർ നിൽക്കുന്നതും അവരാണ് ആദ്യം ജാമ്യം നിഷേധിച്ചു അല്ലെങ്കിൽ ജാമ്യ അപേക്ഷ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷ പ്രകടനങ്ങൾ നടത്തിയത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ക്രൈസ്തവ സന്യാസിനിമാർക്ക് നേരിടേണ്ടി വന്ന അപമാനവും അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ഏത് സ്വഭാവത്തിലുള്ളതായിരുന്നു? നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ശ്രീ എ റഹീം എം പി? ഹൃദയഭേദകമായിരുന്നു അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഗോപികൃഷ്ണൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്യാസിനിമാർ, കന്യാ സ്ത്രീകൾ പലതരത്തിലും നമ്മുടെ ജീവിതത്തിൽ സാന്ത്വനമായി മാറിയിട്ടുണ്ട്. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ വളരെയധികം സാന്ത്വനമായി പല ഘട്ടത്തിലും മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വ്യക്തിപരമായി എൻ്റെ പഴയ അനുഭവങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തോട് വല്ലാത്തൊരു ആത്മബന്ധം കേരളത്തിലെ ഏതാണ്ട് എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എനിക്കുണ്ട് വ്യക്തിപരമായി. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയഭേദകമായിരുന്നു. ഞങ്ങളുടെ സംഘത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അവരിടയ്ക്ക് വിതുമ്പുന്നുണ്ടായിരുന്നു. അവർ കണ്ഠമിടറുകയും വിതുമ്പിപ്പോവുകയും ചെയ്തത് ഒരു ഘട്ടത്തിലാണ്. അവർ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ബജരംഗദളിൻ്റെ ഈ ക്രിമിനൽ സംഘം ഇവരെ ചോദ്യം ചെയ്തു, ഇവരെ വല്ലാതെ ഹരാസ് ചെയ്തു. തുടർച്ചയായ ആ ഹരാസ്മെൻറ്റിനിടയിൽ അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അത് പറയുമ്പോഴായിരുന്നു ഈ രണ്ട് കന്യാസ്ത്രീകളും ഞങ്ങളുടെ മുഖത്ത് നോക്കി വിതുമ്പിയത്. അതിങ്ങനെയായിരുന്നു: നീയൊക്കെ വിദേശത്ത് നിന്ന് വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് താമസിച്ച് ഞങ്ങളുടെ ചിലവിൽ ഇവിടെ ജീവിച്ച് ഞങ്ങൾക്കിടയിൽ ജീവിച്ച് ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ മതത്തെയും അപായപ്പെടുത്താൻ നോക്കുന്നോ, ഇല്ലെങ്കിൽ കുറയ്ക്കാൻ നോക്കുന്നോ, ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നോ? ഇജ്ജാതി വർത്താനായിരുന്നു. ഇത് പറയുന്നതിനിടയിൽ ഞങ്ങളോട് ആ കന്യാസ്ത്രീമാർ ചോദിച്ചു, ഞങ്ങൾ നടത്തുന്ന സേവനങ്ങൾ, ഞങ്ങളിവിടെ ജീവിക്കുന്ന, ഞങ്ങൾ ജനിച്ച ഈ മണ്ണിൽ ഞങ്ങളുടെ അസ്തിത്വത്തെ അവർ ചോദ്യം ചെയ്യുകയാണ്. ദിവസം ഇത്ര കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ ഈ ജയിൽവാസത്തേക്കാൾ കൂടുതൽ ആഴത്തിലേറ്റ മുറിവതാണ്. ഇത് അവരുടെ മാത്രം അനുഭവമാണോ? ആ സംഭവത്തിൽ ജയിലിൽ കിടക്കുന്ന 19കാരനായ ഒരു ആദിവാസി യുവാവുണ്ട്. ആ ചെറുപ്പക്കാരനെ ഞങ്ങൾ കണ്ടു. ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഫോഴ്സ്ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നതാണ് എന്നെല്ലാമുള്ള വാദങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. ശുദ്ധാസംബന്ധമാണ്. ഞങ്ങൾ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു. അവനുണ്ടായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളോട് നരേറ്റ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നോക്കൂ, ക്രിമിനലുകളെ പാർപ്പിച്ചിരിക്കുന്ന ദുർഗിലെ സെൻട്രൽ ജയിലിൽ തിരുവസ്ത്രമണിഞ്ഞ് 2 കന്യാസ്ത്രീകൾ, 2 മാലാഖമാർ കിടക്കുകയാണ്. അവർക്ക് കിടക്കാൻ ഒരു കട്ടിൽ പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഒരു കട്ടിൽ കൊടുത്തിട്ടില്ല. അവരെ കിടത്തിയിരിക്കുന്നത് ചൗക്കാളയിലാണ്, തറയിൽ ചൗക്കാളയിൽ. അതിൻ്റെ മുകളിൽ ആ 2 മാലാഖമാർ കിടക്കുകയാണ്. നരേന്ദ്രമോദി പറയാറുണ്ടല്ലോ, മദർ ഓഫ് ദി ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ മാതാവ്. ഇതാണോ ജനാധിപത്യത്തിന്റെ മാതാവ്? ഒരമ്മയെ, കന്യാസ്ത്രീയെ ട്രീറ്റ് ചെയ്യുന്ന വിധം. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ തലകുനിച്ച് നിൽക്കുകയാണ് ഈ സംഭവത്തിൽ. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഗോപികൃഷ്ണൻ, ഇവരോടുണ്ടായ ആ സംഭവങ്ങൾ മുഴുവൻ വിശദീകരിച്ചവർ പറഞ്ഞു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല. അവർ ഇപ്പോഴും ജയിലിൽ പീഡനം അനുഭവിക്കുന്നു. അവർക്ക് മരുന്നിൻ്റെ പ്രയാസമുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ചെറുപ്പക്കാരൻ ചില പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു. ഞങ്ങൾ ജയിലധികൃതരോട് 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന്, അടിയന്തരമായി ഇവർക്ക് കട്ടിൽ കൊടുക്കണം, ഇവർക്ക് കിടക്കാനുള്ള കട്ടിൽ കൊടുക്കണം. രണ്ടാമതൊരു കാര്യം, ഈ ആദിവാസി യുവാവായ ചെറുപ്പക്കാരനുണ്ട്, ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അയാളെ ക്രൂരമായി അടിച്ചു. അത് എവിടെ വെച്ചാണ് അടിക്കുന്നത്? ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ചാണ്. റൂൾ ഓഫ് ലോ എവിടെ? നിയമവാഴ്ച എവിടെ? പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് ഒരു സംഘം ക്രിമിനലുകൾക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ, ഭേദ്യം ചെയ്യാൻ, ചോദ്യം ചെയ്യാൻ, ആ പെൺകുട്ടികളെ മർദ്ദിക്കാൻ, ഈ പറയുന്ന ആദിവാസി യുവാവിനെ ക്രൂരമായി ആക്രമിക്കാൻ അവർക്ക് സാധിക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ, പോലീസിന്റെ മുമ്പിൽ. എന്ത് ഇന്ത്യയാണിത്? എന്ത് തരത്തിലുള്ള ഛത്തീസ്ഗഡ്? എന്ത് ഭരണമാണിത്? റൂൾ ഓഫ് ലോ തകർന്ന ലക്ഷണമല്ലേ? ഇനി അത് തീരുന്നില്ല. അത് കഴിഞ്ഞിട്ടോ ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ അതിനകത്ത് പീഡനം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജയിൽ സൂപ്രണ്ടിനോട് ശക്തമായി ആവശ്യപ്പെടുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ അയാൾക്ക് കംഫർട്ടബിളായ മറ്റൊരു സെല്ലിലേക്ക് മാറ്റാം, എല്ലാ തരത്തിലുള്ള ബന്ധവും അത് സംബന്ധിച്ച് ഏർപ്പെടുത്താം എന്ന് ജയിൽ സൂപ്രണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടാണ് ഞങ്ങൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്.
ഞങ്ങൾ ഇന്നലെ ആർച്ച് ബിഷപ്പിനെ കണ്ടിരുന്നു. ആർച്ച് ബിഷപ്പുമായി മണിക്കൂറുകൾ നീണ്ട സംഭാഷണം നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ കാലമത്രയും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ഞങ്ങൾ കാണുകയായിരുന്നു. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നേരത്തെ രാജു പി നായർ പറഞ്ഞല്ലോ, ഇവിടെ കേക്കുമായി സഭകൾ തോറും കയറിയിറങ്ങുന്ന BJP നേതാക്കളുണ്ടല്ലോ. അവിടുത്തെ മുഖ്യമന്ത്രി, ഞങ്ങൾ ചോദിച്ചു, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചു അവിടുത്തെ ബിഷപ്പിനോട്, നിങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കാറുണ്ടോ? ആശയവിനിമയം നടത്താറുണ്ടോ? നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഈ BJPക്കാർ കപടമുഖം മൂടിയണിഞ്ഞ് ഇവിടുത്തെ ബിഷപ്പ് ഹൗസുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല, തുടർച്ചയായി പോവാണ്. കേക്ക് കൊണ്ടുപോവുക, കുരിച്ചു കൊണ്ടുപോവുക, എല്ലാം കൊണ്ടുപോവാണല്ലോ, തിരുസ്വരൂപം കൊണ്ടുപോവുക. എന്നിട്ടോ അവിടെയോ അവിടുത്തെ ബിഷപ്പ് ഞങ്ങളോട് പറഞ്ഞാണ്, ആ ബിഷപ്പിനെ കാണാനോ ഇനി കാണാൻ ശ്രമിച്ചാൽ അവിടെ ഒരു അവസരം കൊടുക്കലോ ഒരു തരത്തിലുള്ള അനുഭവമില്ല, പടിക്ക് പുറത്താണ്. ഇനി ഞങ്ങൾ ഇന്നലെ ഈ 2 സിസ്റ്റർമാരുടെയും കോൺവെന്റ് സന്ദർശിച്ചു. അവിടുത്തെ ഒരുപാട് കന്യാസ്ത്രീകളുമായി സംസാരിച്ചു. എന്താണ് അവരുടെ അനുഭവം? തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന കന്യാസ്ത്രീമാരെ ഞങ്ങൾ കണ്ടു. അവരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. വേദപഠന ക്ലാസ്, ആ കുട്ടികളുടെ വേദപഠന ക്ലാസ് ഇതേ കോൺവെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതേ അവരുമായി ബന്ധപ്പെട്ടൊരു സ്കൂളുണ്ട്, അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ ആളുകൾ, ഒരു സംഘം ക്രിമിനലുകൾ അവിടേക്ക് ഇരച്ചു കയറി ജയ് ശ്രീറാം വിളികളുമായി അകത്തേക്ക് വന്നു. അവിടെ ഇരുന്ന മുഴുവൻ കുട്ടികളുടെയും ഭൂതകാലം പരിശോധിച്ചു. എന്താ പരിശോധിക്കുന്നത്? ഇതിൽ ആരെങ്കിലും ഹിന്ദുക്കളുണ്ടോ എന്നാണ്. അത് പരിശോധിക്കണം. ഇവരാരാണ്? നിങ്ങൾ നോക്കൂ, ഛത്തീസ്ഗഡിൽ ഈ അനുഭവിക്കുന്ന ദുരിത കാഴ്ചകളാണ്. ഉറച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ഭയപ്പെടുന്ന മനുഷ്യരെ ഞങ്ങൾ കണ്ടു. ചിലർ ഞങ്ങളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ പേരൊന്നും പുറത്ത് പറയരുതേ. ചില സന്യാസിനിമാർ നിർഭയത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരു സന്യാസിനി എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾക്ക് എന്തിനാണ് സർ ഭയം? ക്രിസ്തുവിൻ്റെ വഴിയിൽ മരിച്ചു പോവുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് കരുതുകയാണ് ഞാൻ എന്നൊരു സന്യാസിനി എന്നോട് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, വൈകാരികമായ അനുഭവങ്ങളായിരുന്നു ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങൾ. ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ജനാധിപത്യ ഇന്ത്യയിൽ 2 കന്യാസ്ത്രീകളെ കള്ളക്കേസെടുത്ത് ജയിലിലിട്ടിരിക്കുന്നു. ഇപ്പോൾ 370A, അത് IPCയിലെ 370A, BNSൽ മറ്റൊരു വകുപ്പാണത്. എന്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്? അത് ഇന്റർ സ്റ്റേറ്റോ ഇന്റർനാഷണൽ ലോ ആണെങ്കിൽ 370A അട്രാക്ട് ചെയ്യും. അങ്ങനെ 370A വന്നാൽ NIAക്ക് വേണമെങ്കിൽ അത് പരിഗണിക്കാം. ഇതാണ് അതിൻ്റെ ലീഗൽ പൊസിഷൻ. എന്തിനാണ് വകുപ്പ് ചാർത്തിയത്? എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവരെവിടെ കടത്തിക്കൊണ്ടുപോയെന്നാണ്? എവിടെയും കടത്തിക്കൊണ്ടുപോയതല്ല. 2 നിരാലംബരായ 2 സ്ത്രീകൾ, അത് പ്രായപൂർത്തിയായ സ്ത്രീകൾ എവിടെ സഞ്ചരിക്കണം, എവിടെ പോകണമെന്ന് RSSന്റെ കാര്യാലയത്തിൽ പോയി എഴുതി വാറോല ഒപ്പിട്ട് വാങ്ങി മാത്രമേ പോകാൻ പറ്റുള്ളൂന്നുണ്ടോ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ? 2 ട്രൈബ് യുവതികൾ, പ്രായപൂർത്തിയായവർ. ഇനി അവരുടെ രക്ഷകർത്താക്കളുടെ അനുമതി അതുപോലും വേണ്ട. അവരും പറയുന്നു ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. എന്നോട് ആ സിസ്റ്റർമാർ ജയിലിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ വന്നു, ഈ പ്രശ്നമാകുന്നു, ഇങ്ങനെ ആളുകൾ കൂടുന്നു, അപ്പോഴേക്കും പോലീസ് വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് വരികയാണ്. പോലീസ് വന്നപ്പോൾ ഞങ്ങൾ കരുതി പോലീസ് ഞങ്ങൾക്ക് സംരക്ഷണം തരുമല്ലോ. ഞങ്ങൾ വളരെ സൗഹൃദത്തോടെ, വളരെ ബഹുമാനത്തോടെ പോലീസിനെ കൈകൂപ്പിക്കൊണ്ട് പോലീസിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് പോലീസ് ഇവരുടെ ഇതായിട്ടാണ് വന്നത്. പോലീസ് വന്നപ്പോഴെങ്കിലും ഈ ഹരാസ്മെന്റ് അവസാനിക്കുമെന്ന് കരുതി. ഇല്ല. ഇതെന്താണിത്? ഇത് വളരെ പ്രകടമാണ്. ഇതിനകത്ത് വളരെ ലളിതമാണ്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ പുറത്തു നിന്ന് വന്നവരാണ്, വിദേശത്ത് നിന്നവരാണ്. അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളെ ഭരിക്കാറായോ? അവിടെ നിന്ന് വന്നിട്ട് നീയൊക്കെ വേണമെങ്കിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി 2ാം പൗരന്മാരായി ജീവിച്ചു കൊള്ളണം. ഇത് വിചാരധാരയുടെ വാക്കുകളാണ്. ഇത് വിചാരധാരയിലെ ശബ്ദമാണ്. RSSന്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബെഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാര വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ ഇവരെല്ലാം വിദേശത്ത് നിന്ന് വന്നവരാണ്. ഇവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാം. ഞങ്ങൾ ആരും പോണമെന്ന് പറയില്ല. പക്ഷെ ഇന്ത്യയിൽ തുടരണമെങ്കിൽ ഇവിടത്തെ സംസ്കാരത്തെ അംഗീകരിച്ച് ഒന്നുകിൽ ഈ സംസ്കാരത്തിൽ ഇഴുകിച്ചേരുകയോ ഇല്ലെങ്കിലോ ഇവിടെ 2ാം പൗരന്മാരെയോ കിട്ടുന്ന ആനുകൂല്യങ്ങളെ. ഏതായാലും റഹീം, ഈ അനുഭവങ്ങളൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. ഇന്നും ഇപ്പോൾ 2ാം തവണയും ജാമ്യാപേക്ഷ വന്നപ്പോൾ ഈ സെഷൻസ് കോടതിയും അത് പരിഗണിച്ചിട്ടില്ല. കാരണം അത് ഒരു മേൽക്കോടതി പരിഗണിക്കേണ്ടതാണ് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 10 വർഷത്തിലധികം തടവ് ശിക്ഷ വിധിച്ചേക്കാവുന്ന അല്ലെങ്കിൽ അത് അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകൾ ചുമത്തിയത് കൊണ്ട് തന്നെ എന്താണ് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്നുകൂടി നമ്മൾ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ നേരത്തെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞു. അതായത് ക്രൈസ്തവ സഭകൾക്ക്
BJP-യുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങളിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അത് തിരുത്താനും അവർക്ക് കണ്ണു തുറക്കാനുമുള്ള ഒരു അവസരമായി നിലവിലെ സാഹചര്യങ്ങൾ മാറണം എന്നുള്ളതാണ് രാജു പി നായർ പറഞ്ഞ ഒരു അഭിപ്രായം. കാരണം അവരാണ് ഈ തെറ്റിദ്ധാരണയുണ്ടാക്കി ഈ ക്രൈസ്തവ സഭകളെ അടുപ്പിക്കാൻ BJP നടത്തിയ ശ്രമങ്ങളിൽ ആ വെട്ടിൽ അവർ വീണുപോയി എന്നാണ് രാജു പി നായർ നടത്തിയ ഒരു നിരീക്ഷണം.